കെട്ടുകളായത് കർമ്മം പുരുഷന് കെട്ടുകളെത്തി മുക്തി വരൂ ദൃഢം കെട്ടുകളോ ഫല ഭുക്യാതീരും കെട്ടായിയും നാരായണ ജയ. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ. അപ്പൊ ഈ 12 മക്കൾ ആരൊക്കെയാണ്? ഇവരുടെ അച്ഛനും അമ്മയും ആരൊക്കെയാ? പന്തിരുകുലം, അത് വലിയൊരു കഥയാ. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാരിലുള്ളതാണ് ഈ കഥ. പക്ഷെ നമുക്ക് തുടങ്ങുന്നത് പന്തിരുകുലത്തിന്റെ മാതാവ് പഞ്ചമിയും പിതാവ് വരരുചിയും. അദ്ദേഹം വലിയ പണ്ഡിതനാണ്, വിക്രമാദിത്യ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളാണ്. അതുകൊണ്ട് നമുക്ക് ഈ കഥ അവിടുന്ന് തുടങ്ങാം. അതായത് വരരുചിയുടെ അച്ഛന്റെ കഥ മുതൽ തുടങ്ങാം. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ ഈ പന്തിരുകുലത്തെ കുറിച്ച് വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പഠിക്കാം. അത് പിന്നെ വരാം. ആദ്യം വിദ്യാസാഗരൻ എന്ന ഒരു യുവാവിന്റെ കഥ. ഇന്നത്തെ ബീഹാറിലെ പാടലീപുത്രം. പുരാതന കാലത്ത് ആ നാഗരികതയുടെ എളിമയോടെ നിൽക്കുന്ന പാടലീപുത്രത്തിലെ ഒരു ബ്രാഹ്മണ യുവാവായിരുന്നു വിദ്യാസാഗരൻ. അയാൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഒരു നല്ല ഗുരുനാഥനെ തേടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ഗ്രാമങ്ങളും പുഴകളും നഗരങ്ങളും കടന്ന് മാസങ്ങളായി വർഷങ്ങളായി ഒരു ഗുരുവിനെ തേടിയുള്ള യാത്ര. ഇന്നത്തെ പോലെ സ്വന്തം ഗുരുവിനെ അപമാനിക്കുവാനും കല്ലെറിയാനും കൊല്ലാനും തല്ലാനുമുള്ള ഒരു ജനതയായിരുന്നില്ല അന്ന് നമ്മുടെ സമൂഹം. വിദ്യാസാഗരൻ അങ്ങനെ വളരെ അകലെ ക്ഷീണിതനും സമയത്ത് ആഹാരമൊന്നും കഴിക്കാതെ കിട്ടുന്നത് വല്ലതും കഴിച്ച് അങ്ങനെ ഒരു അഭിമതനായ ഗുരുവിനെ തേടിയുള്ള ആ യാത്രയിൽ ഒരു വനാന്തരത്തിൽ ചെന്നു. രാത്രി ഒരാളിന്റെ ചുവട്ടിൽ ധ്യാനിച്ചിരിക്കുകയാണ്. അപ്പോഴും അദ്ദേഹം ക്ഷീണിതനാണ്, പരവശനാണ്. ആലിന്റെ മുകളിൽ ഒരാളിരിക്കും, ഒരു ബ്രഹ്മരാക്ഷസ ഋഷി. ഋഷി എന്ന് പറഞ്ഞാൽ സ്വയം അറിവ് നേടുന്നവൻ എന്നാണ് എൻ്റെ അർത്ഥം. ബ്രഹ്മരാക്ഷസ ഋഷി, വളരെ എല്ലാ വേദശാസ്ത്രങ്ങളും പഠിച്ച് സമുന്നതനായിരിക്കുന്ന ഒരു ഗുരുവാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം താഴോട്ട് നോക്കിയപ്പോ അദ്ദേഹത്തിന്റെ ഉൾക്കണ്ണുകൊണ്ട് ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞു. ഈ താഴെ ഇരിക്കുന്ന യുവാവിന് വളരെ ദാഹാർത്തനായി ജ്ഞാനസമ്പാദനത്തിന് വേണ്ടിയുള്ള ഒരു അരച്ചിലാണ് ആ യുവാവിനെ അവിടെ എത്തിച്ചതെന്നും അദ്ദേഹം അതിന് അർഹനാണെന്നും ഈ ഗുരു മനസ്സിലാക്കി. അപ്പോ ക്ഷീണവും ദാഹവും വിശപ്പും കൊണ്ട് മയങ്ങിപ്പോയ വിദ്യാസാഗരൻ എന്ന യുവാവ് ഇതൊന്നും അറിയുന്നില്ല. അന്ന് രാത്രി കൊണ്ട് ജീവിതം അവസാനിക്കുകയാണ് ഈ ബ്രഹ്മരാക്ഷസ ഋഷി. അതുകൊണ്ട് അദ്ദേഹം ആരിന്റെ ഓരോ ഇലയും പറിച്ച് വേദശാസ്ത്രങ്ങൾ അതിൽ എഴുതി താഴോട്ടിട്ടു. പുലരാറായപ്പോൾ വിദ്യാസാഗരൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മുൻപിലെല്ലാം ഈ ഏതൊക്കെയോ ഭാഷയിൽ എഴുതിയ ആരിന്റെ ഇലകളാണ് കണ്ടത്. അതെല്ലാം അദ്ദേഹം വിശപ്പ് കൊണ്ട് ഈ ഇലകൾ ഓരോന്നായി തവച്ചിറക്കി. എന്നാൽ അതിന് മുമ്പ് തന്നെ ഈ ബ്രഹ്മരാക്ഷസ ഋഷി സമാധിയായി ആത്മാവ് വിളിഞ്ഞ് പോയി കഴിഞ്ഞു. വിദ്യാസാഗരൻ ഈ ഇലയെല്ലാം ചവച്ചിറക്കിയതിനു ശേഷം അവിടെ നിന്ന് പതുക്കെ നടക്കാൻ വയ്യ, അത്രമാത്രം ക്ഷീണിതനാണ്. അങ്ങനെ ഒരു തെരുവിന്റെ അരികിൽ അദ്ദേഹം ബോധം കെട്ടുന്നു. ബോധരഹിതനായി വീണ വിദ്യാസാഗരനെ കണ്ടിട്ട് പലരും കാണാതെ പോയി. ഏതാണ്ട് ഉച്ചയെടുത്ത സമയത്ത് കൊട്ടാരത്തിലെ നൃത്ത പരിപാടി കഴിഞ്ഞ് മാലിനി എന്ന് പറയുന്ന ഒരു നർത്തകിയും അവരുടെ തോഴിമാരും കൂടി വരുമ്പോൾ ഈ യുവാവിനെ കാണുന്നു. യുവാവിനെ കണ്ടവര് തട്ടിയൊക്കെ നോക്കി, പക്ഷെ ഉള്ളതൊന്നുമില്ല. എന്തായാലും ഒരു മനസാക്ഷിയുള്ള ഒരു നർത്തകി, ഒരു കലാകാരി, അവള് തോഴിമാരും കൂടി വിദ്യാസാഗരനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി. അവരുടെ വീട്ടിൽ കൊണ്ടുപോയി പരിചരിച്ച് ആഹാരം കൊടുത്തു, കുളിക്കാൻ ഉള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. പിറ്റേന്ന് രാവിലെ ഉഷാറായ വിദ്യാസാഗരൻ സ്വന്തം നാട്ടിലേക്ക് തിരികെ പോകാൻ അദ്ദേഹത്തിന് അപ്പോ ഈ വേദശാസ്ത്രങ്ങളൊക്കെ എഴുതിയ ആലില ഭക്ഷിച്ച് എല്ലാം കൊണ്ടും അദ്ദേഹം ഒരു ഉന്നതനായ മനുഷ്യനായി തീർന്നു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഉൾക്കണ്ണുകൊണ്ട് അദ്ദേഹം തിരിച്ചറിയുന്നുമില്ല. അപ്പൊ രാവിലെ പോകാൻ നേരത്ത് ഈ മാലിന്യ ചോദിച്ചു, അങ്ങ് പോവുകയാണ്, അങ്ങ് എവിടേക്ക് പോകുന്നു? അപ്പോ വിദ്യാസാഗരൻ പറഞ്ഞു, ഞാൻ എന്റെ നാട്ടിലേക്ക് തിരികെ പോകുന്നു. അപ്പൊ അവൾ പറഞ്ഞു, അങ്ങ് എന്നെ വിവാഹം കഴിക്കണം.
ഞാൻ ഈ കൊട്ടാരത്തിൽ ജോലിയുണ്ട്, ഞാൻ നർത്തകിയാണ്, അങ്ങനെ വിവാഹം കഴിച്ചാൽ അങ്ങനെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം, അതുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ച് പോകരുത് എന്ന് പറഞ്ഞു. എന്നാൽ വിദ്യാസാഗരൻ പറഞ്ഞു, ഞങ്ങളുടെ സമുദായ നിയമം അനുസരിച്ച് 3 വർണ്ണങ്ങളിലുള്ള 3 പേരെ വിവാഹം ആദ്യം കഴിക്കണം, അതിനുശേഷമേ ശൂദ്ര സ്ത്രീയായി നിന്ന് വിവാഹം കഴിക്കാൻ പറ്റൂ എന്ന് പറയും. അങ്ങനെ ഈ തർക്കം മാലിനി അന്ന് തന്നെ കൊട്ടാരത്തിലെത്തി രാജാവിനോട് പറയുക. അപ്പൊ രാജാവ് വിദ്യാസാഗരനെ വിളിച്ചു. ബ്രാഹ്മണനായ രാജഗുരുവും ക്ഷത്രിയനായ രാജാവും, അതായത് ഉജ്ജയിനിയുടെ രാജാവാണ്, വൈശ്യനായ സർവസൈന്യാധിപനും മാലിനിയും മറ്റ് രാജ സദസ്സിലൊക്കെ ഇരിക്കുന്ന സഭയിൽ വിദ്യാസാഗരന്റെ അറിവും പാണ്ഡിത്യവും ആ രാജസദസ്സിന് വളരെ ഇഷ്ടപ്പെട്ടു. ഒടുവിൽ അദ്ദേഹത്തിന്റെ വാദം രാജാവ് അംഗീകരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തെ ഒരു വലിയ പദവി കൊടുത്ത് അംഗീകരിക്കണമെന്ന് രാജാവിന് തോന്നി. അങ്ങനെ ബ്രാഹ്മണനായ രാജഗുരുവിന്റെ മകളെ ആദ്യം വിവാഹം കഴിച്ചു വിദ്യാസാഗരൻ. രണ്ടാമത് ക്ഷത്രിയനായ രാജാവിന്റെ മകളെ വിവാഹം കഴിച്ചു. മൂന്നാമത് സർവസൈന്യാധിപന്റെ മകളെ വിവാഹം കഴിച്ചു. നാലാമതാണ് ഈ രാജനർത്തകിയായ മാലിനിയെ വിവാഹം കഴിച്ചു. അങ്ങനെ ആ രാജ്യത്തിന്റെ ഭരണം വരെ ക്രമേണ രാജാവ് വിദ്യാസാഗരനെ ഏൽപ്പിക്കുന്നു. വിദ്യാസാഗരൻ ആ രാജ്യം ഭരിക്കുവാൻ പ്രാപ്തനാകുന്നു. അദ്ദേഹത്തിന് ആദ്യം ഈ ബ്രാഹ്മണ സ്ത്രീയിലുണ്ടായ മകനാണ് വരദി, മൂത്ത മകൻ. രണ്ടാമത് ക്ഷത്രിയനായ രാജാവിന്റെ മകളിൽ ജനിച്ച മകനാണ് വിക്രമാദിത്യൻ. മൂന്നാമത് സർവസൈന്യാധിപന്റെ മകളിൽ ജനിച്ച മകനാണ് ഭട്ടി, പട്ടിയല്ല ഭട്ടി. നാലാമത് ഈ മാലിനി എന്ന നർത്തകി ജനിച്ച മകനാണ് ഭർതൃഹരി. ഭാരതീയ ന്യായ സംഹിതയിലും ഭാരതീയ ദർശനങ്ങളിലും അവഗാഠമുണ്ടായിരുന്നു സാക്ഷാൽ ഭർതൃഹരിക്ക്. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ തപസ്സനായി പോയി എന്നാണ് വിക്രമാദിത്യ ചരിതം പറയുന്നത്. ഈ കഥ തന്നെ ഏതാണ്ട് 60 വർഷം മുൻപ് ഞാൻ വായിച്ച് പഠിച്ചതിന്റെ ഓർമ്മയിൽ നിന്നാണ് ഇത്രയും പറയുന്നത്. ഇനി നമുക്ക് ഈ വരദിയുടെ കഥ അടുത്ത വീഡിയോയിൽ പറയാം. നന്ദി, നമസ്കാരം.